ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണേലും അല്ലാത്തവരാണേലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മളോട് കുറേ പേര് പുറത്തിറങ്ങുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം എന്നാ നിങ്ങളുടെ വീഡിയോ. എന്നോടാണേലും കുറെ പേര് ചോദിച്ചു നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാത്തെന്നൊക്കെ കുറെ പേര് ചോദിച്ചു. അപ്പം എന്നോട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ 1-2 പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു കേട്ടോ. ഇപ്പം എന്നെ വീഡിയോസ് ഒന്നും ഇടാറില്ല, ഒന്നും കാണാറില്ല. അപ്പം കുറച്ച് പേരെങ്കിലും നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ കുറച്ച് ദിവസം വീഡിയോസ് ഇടാഞ്ഞപ്പോൾ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒന്നും ഇപ്പോൾ വരാത്ത. ഇപ്പം എല്ലാവരോടും പറയാനുള്ള അതാണ്, വീഡിയോ വരാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇട്ടില്ല. കാരണം ഇവർക്ക് PSC എക്സാം വന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒരു 1-2 ദിവസം ഡിലേ വന്നുള്ളൂ. പക്ഷെ അതായിരിക്കത്തില്ല കാരണം നമ്മൾ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടുന്ന ഒരാൾ 1-2 ദിവസം ഡിലേ ആക്കിയെന്ന് ഓർത്ത് നമുക്ക് പ്രോബ്ലം അങ്ങനെ വരാറില്ല, ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു മെയ് 25-ാം തീയതി വെച്ചാണ് ലാസ്റ്റ് ഒരു വീഡിയോ നമ്മൾ പളനിക്ക് പോയിട്ട് തിരിച്ചു വന്ന ആ ലാസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ കാണുന്നവരിലോട്ടോ ഒന്നും വീഡിയോസ് ചെല്ലുന്നില്ല. അപ്പോൾ അതെന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് ടീമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന അതിന് പ്രോബ്ലം ഒന്നും ചാനലിന് ഇതുവരെ പ്രോബ്ലം സ്ട്രൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങള് യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, പക്ഷെ അവർക്കും വ്യക്തമായൊരു മറുപടി നമ്മളടുത്ത് പറയുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണെന്നാണ് അവരും പറയുന്നത്. പിന്നെ അതിൽ ഒരാൾ മാത്രം നമ്മളെ പോലെയുള്ളതല്ല, നല്ല രീതിയിൽ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 1,00,000 സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ 1-2 തവണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. ഒരുപാട് വീഡിയോ ഞങ്ങൾ അത് തന്നെ വീഡിയോ ഇട്ടു, പക്ഷെ കേറിയില്ല. ഇനിയിപ്പോ അത് ഇട്ടാലും കേറുവോ ഇല്ലയൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ഐഡിയ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അത് നമ്മളത് കണ്ടന്റ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്തു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ കേറാത്ത വരുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് പോയി. എന്നെക്കാളും സങ്കടം കൂടുതലും, കാരണം കൂടുതലും ഇവളാണ് ചെയ്യണത് വീഡിയോസ് ഒക്കെ. നമ്മൾ ഒരു പെട്ടെന്നൊരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് അത് ഇന്ന് അത് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കൊച്ചു ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ടൈം ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ 2-3 മാസത്തേക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് വന്നു, റിട്ടേണിങ് വ്യൂസ് വന്നു. അങ്ങനെ നമുക്ക് വ്യൂസൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന ചാനലിൽ നമ്മുടെ ഗ്രാഫ് ഫുള്ളായിട്ട് പച്ച കളറിൽ മുകളിലോട്ട്, അതായത് മോർ ദാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കാര്യം വന്നപ്പോഴേക്കും നമുക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഡൗൺ ആയിപ്പോയി. ഇപ്പം നമ്മുടെ ചാനൽ എടുത്ത് നോക്കുവാണെങ്കിൽ മൊത്തം ആരോഗ്യം താഴത്തോട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്താൽ നോക്കിയാൽ അറിയാം. പിന്നെ ഒന്ന് ഞങ്ങൾ ഇടുന്നുണ്ട് വീഡിയോ, അല്ല ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും 60 വ്യൂസ് 40 വ്യൂസ് ഒക്കെയാണ്. നമുക്ക് 1.3 അങ്ങനെയൊക്കെ കയറി വ്യൂസ് കയറി പൊക്കോണ്ടിരുന്നതാണ്. ഇപ്പൊ പക്ഷെ കുറച്ച് 2 ആഴ്ചത്തോളം ആയിട്ടുണ്ട്. പ്രൈവറ്റ് ഇട്ട് വെക്കുന്ന നമ്മള് പലരോട് നമ്മൾ ചോദിച്ചു, പക്ഷെ ആരും അങ്ങനെ വ്യക്തമായിട്ടുള്ള നമ്മൾ അയച്ചാലും റിപ്ലൈ തരാത്തവരുണ്ട്. പക്ഷെ നമ്മുടെ ജിജോസ് എന്ന് പറഞ്ഞ ചേട്ടൻ, ജിജോസ് ബ്ലോഗ്, പുള്ളിക്ക് എപ്പോൾ മെസ്സേജ് അയച്ചാലും നമുക്ക് റിപ്ലൈ തരും കേട്ടോ. ആള് ഭയങ്കര ഇതാണ്. കാരണം എല്ലാവരോടും സംശയങ്ങളും സാധാരണ ആളാട്ടോ. അല്ലാതെ അതിൽ കൂടുതൽ ഉയർന്നവരോട് ചോദിച്ചാലും റിപ്ലൈ ഒന്നും ചിലപ്പോൾ അവര് തരികയല്ല. ആ ഒരു കാര്യത്തിൽ ഞങ്ങള് പുള്ളിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ തന്നെ നമ്മളോട് ചാനലിൽ ലിങ്ക് ചോദിച്ചു, കയറി ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം യൂട്യൂബ് ടീമിനോടാണെങ്കിലും ഞങ്ങൾ ചോദിച്ചപ്പോഴേക്കും പ്രോബ്ലം ഒന്നും ചാനലിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നൊരു ഫ്രീസിങ്ങും കാര്യങ്ങളും ചാനലിൽ വന്നതുകൊണ്ട് എന്താണ് അതിന്റെ ഇഷ്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പൊ ചോദിച്ചവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മള് വീഡിയോസ് എല്ലാ ദിവസവും ഇടുന്നുണ്ടെങ്കിൽ പോലും വ്യൂസ് കുറവായതുകൊണ്ട് നമ്മളത് പ്രൈവറ്റിലോട്ട് മാറ്റി ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് പിന്നെ വീഡിയോസ് ഇടുന്നത് കാണാൻ പറ്റാത്തത്. നമ്മൾ ഇടുന്ന സമയത്ത് കാണാൻ പറ്റുമെങ്കിലും പിന്നെ നമ്മൾ പ്രൈവറ്റിലോട്ട് ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കയറിയ ആ വീഡിയോ, അതായത് 1.3K വ്യൂസ് വന്ന വീഡിയോ വരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ അത് മാത്രം കാണുന്നത്.
അപ്പം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് നമ്മുടെ മിനി വ്ളോഗും കാര്യങ്ങളൊന്നും ഞങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസം അപ്ലോഡ് ചെയ്തിട്ട് കയറാഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പം ഞങ്ങളുടേതായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട്, അതായത് മിനി വ്ളോഗ് എടുത്ത് ഇടുന്നില്ല. നമ്മൾ ചെറിയ ഫ്രൂട്ടിൻ്റെ അതുപോലത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നുള്ളൂ. നമുക്ക് കാരണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വീഡിയോസ് പഴയ രീതിയിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ ചാനൽ പഴയ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് മിനി വ്ളോഗ് ഇടുന്നുള്ളൂ. കാരണം നമ്മുടെ അല്ലെ വീഡിയോ വെറുതെ വേസ്റ്റ് ആയിപ്പോവും. നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് പ്രയോജനം ഇല്ലാതായിപ്പോവും. പിന്നെ ഞങ്ങളുടെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചില അവസ്ഥകൾ വരും. പക്ഷെ നമ്മൾ പിന്തിരിഞ്ഞ് പോകരുത്. വീഡിയോ ഇട്ടോണം, ഇട്ടത് റെഡി ആവുന്നവരെ നമ്മൾ ഇട്ടോണം, തോറ്റു കൊടുക്കരുത് ഒരിക്കലും നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മളിതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്നെ വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പം നമ്മൾ ഒത്തിരി പേരെടുത്ത് തിരിച്ച് പറഞ്ഞായിരുന്നു, ചാനലിൽ ഇതുപോലെ ഫ്രീസിങ് പ്രോബ്ലം കാണിക്കുന്നത് കൊണ്ടാണ് അത് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഒത്തിരി പേര് ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. എല്ലാവരോടും ഞങ്ങളെ വീഡിയോ ഇടാത്തതല്ല, നമുക്കിങ്ങനെ ഒരു ഇത് ഫ്രീസായി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ചാനലിൻ്റെ പ്രോബ്ലം ഒക്കെ പതുക്കെ മാറുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ടില്ല. ഒരാഴ്ച ഒരു ഫ്രീസിങ് വന്നെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു 2 ആഴ്ചത്തോളമായിട്ട്, അപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആ 1,00,000 വ്യൂസ് ഉള്ള ഒരു ക്രിയേറ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞ് 2 മാസത്തോളം ചാനൽ ഫ്രീസായി പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചാനലൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നവരെ, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ, ഇനി മുന്നോട്ട് നമ്മൾ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും വീഡിയോസ് പഴയ പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ സമയത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം, വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇത് വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തിരിച്ച് ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.